പ്രൈസ് ഗോഡ്. ദൈവവചനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമുണ്ട്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. അതായത് റോമർ 12:21. ഈ വചനമൊക്കെ ഓർക്കാൻ ഓരോരോ ടെക്നിക്കുണ്ട്. 12:21 എന്ന് പറയുമ്പോൾ 1-2-2-1. അപ്പോൾ ആ വചനത്തിൽ പറയുന്നത് തിന്മയെ നമ്മൾ നന്മ കൊണ്ട് ജയിക്കാനാണ് നമ്മളോട് അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ലൊരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവർ ആ വഴിയെ പോകുന്ന വഴിക്ക് ഒരാളുമായിട്ട് നമ്മൾ ഒന്ന് ദേഹം മുട്ടുകയോ എന്തെങ്കിലും ചെയ്തിട്ട് അയാളുമായിട്ട് വർത്തമാനം ഉണ്ടാകുമ്പോൾ നമുക്കത് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്ന്, നമുക്ക് അവൻ്റെ കുറ്റമല്ലേ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ അത്രയും വലിയൊരു ആരോഗ്യമൊന്നും ഇല്ലെങ്കിൽ വേണേൽ ഒരെണ്ണം കൊടുക്കുകയോ ഒക്കെ വേണേൽ ചെയ്യാം. പക്ഷെങ്കിൽ തെറ്റയുടെ ആണെങ്കിൽ പോലും നമ്മൾ അവിടെ മുട്ടി അല്ലെങ്കിൽ അതിനെ അവിടെ ഒരു നന്മ കൊണ്ട് ആ ഒരു ഇഷ്യൂ അവിടെ തീർത്താലുള്ള ഗുണം, ആ ഇഷ്യൂ അവിടെ തീരും. അത് തിന്മ കൊണ്ട് നീ എന്നെ ഇടിച്ചിട്ട് പോയടാ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് വലിയ ജയാളിയായിട്ടൊക്കെ ഇങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവന് അതിലും ശക്തന്മാരായ 5-6 പേരെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏതൊരു തിന്മയും നമുക്ക് നന്മ കൊണ്ട് തന്നെ ജയിക്കുക എന്നുള്ളതാണ് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. അതിൻ്റെ ഒരു ഗുണം, ദാറ്റ് പ്രോബ്ലം വിൽ ബി സോൾവ് ഫോർ എവർ. അതല്ല തിന്മ കൊണ്ട് ജയിക്കാനിരുന്ന അത് പിന്നെ ഇങ്ങോട്ട് വഴക്കുണ്ടാക്കും, പിന്നെ നമ്മൾ അങ്ങോട്ട് വഴക്കണം, പിന്നെ ഇങ്ങോട്ട് വഴക്കുണ്ടാക്കി അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങളുടെ മേലെ നമുക്ക് ഡീല് ചെയ്യാനുള്ള പരിജ്ഞാനം ബൈബിളിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഒരു ഇച്ചിരി ടൈം എടുത്താൽ മതി. എന്തെങ്കിലും റിയാക്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് റിയാക്ട് ചെയ്യാതെ നമ്മളൊരു 10 സെക്കൻഡൊക്കെ സമയം കൊടുത്താൽ ഉണ്ടല്ലോ, ഒരിക്കലും ഒരു വിഷയവും നമുക്കുണ്ടാകത്തില്ല. ഗോഡ് ബ്ലെസ് യു.